ക്ലീൻ ചെയ്താൽ ഇനാമിൽ പോവും, പല്ലിന് പുളിപ്പ് വരും. ഈ ഒരു ചിന്ത കൊണ്ടാണ് പലരും ഇത് ക്ലീനിങ്ങിന് മടിക്കുന്നത്. ചിലർക്ക് ഫ്രഷ് ബ്രത്ത് ഉണ്ടാവില്ല, അത് അവർക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസിനെ ബാധിക്കും. എന്നാൽ പല്ല് ക്ലീൻ ചെയ്താൽ പോകുന്നുള്ളത് പലരും കേട്ടും അറിയാറുണ്ട്. ക്ലീൻ ചെയ്താൽ ഇനാമിൽ പോകുന്നുള്ള ഒരു പേടി കാരണം ഇവരിത് വെച്ചുകൊണ്ടിരിക്കും. ബാഡ് ബ്രത്ത് ഉണ്ടെങ്കിൽ ചിലർക്ക് പല്ലിന്റെ ഇടയിൽ ചെറിയ ക്യാവിറ്റീസ് ഉണ്ടെങ്കിൽ ഫുഡ് കയറി ഇരുന്നിട്ട് ബാഡ് ബ്രത്ത് ഉണ്ടാവാം. ചിലപ്പോൾ പല്ലിന്റെ ഇടയിൽ വിടവുകൾ ഉണ്ടെന്ന് വരും, ക്യാവിറ്റിക്ക് വരും വിടവ്, അതും ഈ പ്ലാക്ക് ഇരിക്കുന്നതിനെല്ലാം ഭയങ്കരമായിട്ട് സപ്പോർട്ടിംഗ് ആണ്. അതെല്ലാം നമ്മൾ 6 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ പ്ലാക്ക് ഡെപ്പോസിറ്റ് പോകുമ്പോൾ തന്നെ നല്ല നീറ്റ് ആവും. അത് ഇല്ലാത്ത പക്ഷം ചിലപ്പോൾ മോണരോഗം വന്നു കഴിഞ്ഞാൽ ഇതിലും അസഹനീയമായ നല്ലതായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ക്ലീനിങ് നല്ലൊരു ഓപ്ഷനാണ്. ശരിക്കും സംഭവിക്കുന്നത് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പല്ല് രാഗുവെന്നല്ലാണ് ഒരു അൾട്രാസോണിക് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് ചെറിയൊരു വൈബ്രേഷൻ ആയിരിക്കും പല്ലിന്റെ മുകളിൽ വരുന്നത്. അപ്പോൾ ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പ്ലാക്കും ഡെപ്പോസിറ്റ് എല്ലാം അതിൽ നിന്ന് വിട്ട് നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു മോണയും പല്ലെല്ലാം കിട്ടുക ചെയ്യുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഈ പ്ലാക്ക് ബിൽഡപ്പ് ഒരുപാട് പുറമേ ഇരിക്കണ പോലെ തന്നെ മോണയുടെ അകത്തോട്ട് വരും. മോണയുടെ അകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് കളയാൻ പറ്റും. ഇപ്പോൾ മോണരോഗം വരും, ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡിങ്, ഹാലിറ്റോസിസ്, ഇതെല്ലാം ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ ആ മിത്ത് മാറിയാലേ കാര്യം ഉണ്ടാവുമല്ലോ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ലൊരു വ്യത്യാസം ഉണ്ടാവും.